ഇല്ലാത്ത ദുഃഖം നമുക്ക്. കുട്ടികൾ ഉള്ളവരുടെ ദുഃഖം ഞാൻ നോക്കിയിട്ട് അതിനേക്കാൾ വലുതാ. ആനി എന്താ അങ്ങനെ പറഞ്ഞേ? അല്ല, ഞാനിന്നേ പാർവതിയെ കണ്ട കാര്യം അമ്മണിയോട് പറയായിരുന്നു. അവരുടെ മുഖം അങ്ങ് വല്ലാതെയായി. സത്യം പറഞ്ഞ എന്റെ മുമ്പിൽ നിന്ന് കരഞ്ഞില്ലെന്നേ ഉള്ളൂ. ആനി എന്തിനാ അതിനിടയാക്കിയത്? ഈ അവസരത്തിൽ ആ കുട്ടിയെക്കുറിച്ചുള്ള പരാമർശം അവരിഷ്ടപ്പെടുമെന്ന് ആനി കരുതുന്നുണ്ട്. അവർക്ക് മനപ്രയാസം ഉണ്ടാക്കിയിട്ട് നമുക്ക് എന്നാ പ്രയോജനം? ഐ എം സോറി. എനിക്ക് ആരെപ്പറ്റിയും പരിതാപം പറയുന്നതോ കുറ്റം പറയുന്നതോ ഇഷ്ടമല്ല. ആകാശവാണി, തിരുവനന്തപുരം, തൃശൂർ, ആലപ്പുഴ. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ശേഖരൻ. മാണിക്യമംഗലം മതിലിനടുത്ത് വരെ എത്തിയിരിക്കുന്നുവെന്നാണ് ഒടുവിൽ കിട്ടിയിരിക്കുന്ന വാർത്ത. അവരടുത്ത് തന്നെ മകളുടെ വീട്ടിലേക്ക് പ്രവേശനം നടത്തുമെന്നും റിപ്പോർട്ട് ചെയ്യപ്പെട്ടു. പരിപാടി വാർക്കുട്ടി. ഇന്ന് വെള്ളക്കാക്ക മലന്ന് പറക്കും. ഞാൻ എത്ര ദിവസമായി പറയുന്നു അവളുടെ വീട്ടിലൊന്ന് പോണോന്ന്. ആരെന്തു പറഞ്ഞാലും അവളെന്റെ അനീതിയായി പോയില്ലേ. ആഹാ, നിന്റെ വർത്തമാനം കേട്ടാത്തൊന്നും ഞാനൊരു മനുഷ്യപ്പറ്റില്ലാത്തവനാണ്. ഒന്ന് പുറത്തിറങ്ങണമെങ്കിൽ എല്ലാ സൗകര്യങ്ങളും ഒത്തുവരണ്ടേ? നമ്മൾ എന്തെങ്കിലും വാങ്ങിച്ചോണ്ട് പോണം. അതൊക്കെ പോണ വഴിക്ക് വാങ്ങിച്ചോണ്ട് പോവാം. അതിരിക്കട്ടെ, എങ്ങനെയുണ്ട്? കുട്ടപ്പനായിട്ടില്ല? കൊള്ളാം. ആ കോൾ റൂം നേരെ വെക്ക്. അമ്മയോട് പോകുന്ന കാര്യം പറയണ്ടേ? നിങ്ങൾ എങ്ങോട്ടാ? ഒന്നും പറയണ്ട അമ്മേ. ഇവളുടെ അനിയത്തിയെ കാണണമെന്ന് പറഞ്ഞ 5-6 ദിവസമായിട്ട് എനിക്ക് കിടക്കപ്പുറത്തി. ഇന്ന് പോയാൽ എങ്ങനെയാ മോനെ? വൈകിട്ടല്ലേ എന്റെ കണ്ണ് കാണിക്കാൻ ഡോക്ടറെ കാണാന്ന് പറഞ്ഞിരിക്കുന്നത്. അനിയത്തിനെ എപ്പോ വേണേലും കണ്ടുകൂടെ? കണ്ണിന്റെ കാര്യം അങ്ങനെയാണോ? ഒട്ടും വെച്ച് താമസിക്കരുന്ന ഡോക്ടർ പറഞ്ഞത്. എന്നാ ഒരു കാര്യം ചെയ്യാം സാർ, നമുക്കിനി ഒരിക്കപ്പ അമ്മ വരും. വേഗം വരാൻ